ഇതൊന്നും എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും KSRTCക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനോ ഒരു വെല്ലുവിളിയൊന്നുമല്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ, ഉദ്യോഗസ്ഥർക്കുണ്ട്. പിന്നെ നിയമലംഘനമൊന്നും അനുവദിക്കത്തില്ല. നിയമലംഘനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ. അതൊക്കെ നിയമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും. ഞാൻ നേരത്തെ മന്ത്രിയാകുമ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതി എന്തു പറയുന്നു അതുപോലെയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല, നമുക്ക് ആർക്കും കഴിയത്തില്ല. അപ്പൊ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. കേസുകളൊക്കെയാണ് ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം. ഇതൊന്നും എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും KSRTCക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനോ ഒരു വെല്ലുവിളിയൊന്നുമല്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ, ഉദ്യോഗസ്ഥർക്കുണ്ട്. പിന്നെ നിയമലംഘനമൊന്നും അനുവദിക്കത്തില്ല. നിയമലംഘനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ. തരുമ്പോൾ ആ പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. ഒരിക്കലും നമ്മൾ അതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തിന്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം. അപ്പൊ നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല. അത് കോടതി തന്നെ ചെയ്യണം. വക്കീലന്മാർ കോടതിയെല്ലാം അതിന് അപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും. തപാൽ വകുപ്പിന് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് ധാരാളം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും അങ്ങ് പറയട്ടെ, എന്റെ ഒരു ചെറിയ അറിവ് വെച്ചാണ് അങ്ങ് പറയുന്നതാണ്. തപാൽ വകുപ്പിന് കുടിശ്ശിക കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പാണ് പൈസ തരേണ്ടത്. പൈസ തന്നോട്ടെ. ഞാൻ ഇന്ന് TCയോട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, അദ്ദേഹം സംസാരിച്ചില്ല. തപാൽ വകുപ്പിനെ കാത്തിരിക്കുന്നില്ല. ആളുകൾക്ക് കയ്യിൽ തന്നെ ഈ ലൈസൻസ്, പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ഇത് കാർഡ് വെച്ച ലൈസൻസ് തന്നെ വേണം. ഈ പേപ്പർ ഒന്ന് കൊണ്ടുകൊടുത്ത് അവിടെ എടുക്കില്ല. അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈസൻസ് അവിടെ ഹോൾഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലേ TC നമുക്ക് കൊടുക്കാം. നമ്മൾ ഇപ്പം തപാലിന് വേണ്ടി തപാലിന് പൈസ കൊടുക്കും. അത് ധനകാര്യം, അത് നമ്മൾ കുടിശ്ശികയാണ് കൊടുക്കും. പക്ഷെ നമ്മൾ ഒരു മാറ്റം വരുത്തുന്നു. തപാലിൽ അയക്കുന്നതിന് പകരം അത് കയ്യിലും കൊടുക്കാൻ തീരുമാനിച്ചു. വന്നു കഴിഞ്ഞാൽ ആളുടെ ഐഡന്റിറ്റി നോക്കിയിട്ട് അവർക്കങ്ങ് ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഏജന്റ് വന്നാൽ കൊടുക്കത്തില്ല കേട്ടോ. ഏജന്റ് വന്നാൽ കൊടുക്കത്തില്ല. ഇപ്പൊ എന്റെ ലൈസൻസ് ആണെങ്കിൽ ഞാൻ എന്റെ ആധാർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിത് തരാനുള്ള സംവിധാനം ചെയ്യും. ഈ കാർഡ് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരും. കാർഡ് എന്ന് വെച്ചാൽ കാർഡ് വേണം. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടുത്തെ ലൈസൻസ് കിട്ടും. ഈ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും പഠിക്കുന്നവർക്കും ഒക്കെ. അപ്പൊ അതിന് കാർഡ് തന്നെ വേണം. അല്ലാതെ ഒരു പേപ്പറിൽ RT എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് കാർഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും. ചില തടസ്സങ്ങളുണ്ട്, അത് ദൂരീകരിക്കും. ഇത്തരം കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നാളെ ഞാനും TCയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും പമ്പയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഓപ്പറേറ്റ് ചെയ്യും. അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ട്രൈ ചെയ്യും. പോലീസിനെയും MLA വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളതാണ്. ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാതെ വണ്ടികൾ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും. കാരണം